യേശുവിൻ്റെ കൂട്ടായ്മയിലെ എല്ലാ പ്രിയ മക്കൾക്കും അനുഗ്രഹത്തിൻ്റെ ഒരു ദിനം ദൈവകൃപയാൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം യോന പ്രവാചകൻ്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം തിരുവചനം. അപ്പോൾ കപ്പിത്താൻ അടുത്തു വന്ന് അവനോട് ചോദിച്ചു, നീ ഉറങ്ങുന്നോ? എന്താണ് ഇതിൻ്റെ അർത്ഥം? എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നമ്മൾ നശിക്കാതിരിക്കാൻ ഒരുപക്ഷെ അവിടുന്ന് നമ്മെ ഓർത്തേക്കും. യോന പ്രവാചകൻ്റെ അടുക്കൽ ഗാഢനിദ്രയിൽ ഉറങ്ങുകയായിരുന്ന യോന പ്രവാചകൻ്റെ അടുക്കൽ തങ്ങൾക്ക് നേരിടുന്ന അപകടം മനസ്സിലാക്കിക്കൊണ്ട് കപ്പലിൻ്റെ കപ്പിത്താൻ അവനെ ഉണർത്തിക്കൊണ്ട് പറയുകയാണ്, എഴുന്നേറ്റ് നിന്റെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക. നമ്മൾ നശിക്കാതിരിക്കാൻ ഒരുപക്ഷെ അവിടുന്ന് നമ്മെ ഓർത്തേക്കുമെന്ന്. ദൈവത്തിൽ നിന്നും ഒളിച്ചോടാൻ ആഗ്രഹിക്കുന്ന യോനയെ കപ്പിത്താനിൻ്റെ സഹായത്താൽ വീണ്ടും അതേ ദൈവത്തിൻ്റെ മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുവാൻ ആവശ്യപ്പെടുന്ന ഒരു ദൈവം അതിനൊരു കപ്പിത്താനെ നിയോഗിക്കുകയും ചെയ്യുന്നു. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ ഓരോരുത്തരും ദൈവവചനം കേൾക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമ്മൾ കൂടുതൽ അടുത്ത് നിൽക്കുക. നമ്മൾ നശിക്കാതിരിക്കാൻ ആ ദൈവത്തോട് പ്രാർത്ഥിക്കുവാനും ദൈവം എന്താണ് നമ്മളോട് ആവശ്യപ്പെടുന്നത് എന്ന് മനസ്സിലാക്കുവാനും നമ്മൾ ശ്രമിക്കുക. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമൃദ്ധമായി നിങ്ങളുടെ മേലുണ്ടാകട്ടെ. ഇന്നത്തെ ദിവസം ദൈവത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുവാൻ, ഈ ലോകം നശിച്ചു പോകാതിരിക്കുവാൻ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാം. അവിടുന്ന് നമ്മെ ഓരോരുത്തരെയും ഓർക്കുവാൻ വേണ്ടി ദൈവം ഇടപെടുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകസമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ലോകത്തിലെ 800 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും നമ്മുടെ രക്ഷകനും നാഥനും കർത്താവുമായ യേശുക്രിസ്തു അവരെ ഓരോരുത്തരെയും തൻ്റേതാക്കി മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കാം. യുദ്ധങ്ങൾ ഒഴിവാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കാം. യുദ്ധക്കെടുതിയിലായിരിക്കുന്ന എല്ലാ രാജ്യങ്ങളെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ലോകരക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി ഞാൻ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.